ഹായ് ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിന്ന് നമ്മുടെ വാച്ചിങ് ടോക്കി ഇവിടെ ചോദിച്ചപ്പോ മഴയൊക്കെ ആയിരുന്നു, നല്ല പനിയിലാണ് ആള്. അപ്പൊ ആള് അവിടെ കിടന്നുറങ്ങണ്. അപ്പോ ഞാൻ എന്തെങ്കിലും പറയുമ്പോ നിങ്ങളത് അത്ര സീരിയസ് ആക്കി എടുക്കണമെന്നില്ല. പല ചാനലുകൾ ഉണ്ട്. അപ്പൊ അതില് ഓരോ ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോ കോമഡിയാണ്, അതൊരു തമാശ രീതിയിൽ കണ്ടാൽ മതി. ഇവിടെ സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് എടുക്കുക. ഞാനത് പിന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഒരു അമ്മാമ്മ വിളിച്ചിട്ട് പറഞ്ഞു, കോളുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാൻ പറയുമ്പോ പലരും വിചാരിക്കുക വെറുതെ പറയാന്നാ. എന്നെ വിളിക്കാറുണ്ട് പലരും. അപ്പോ ഞാൻ വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്നേ പറഞ്ഞതുകൊണ്ട് ഒരു അമ്മാമ്മ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ, മോനെ നിന്റെ പരിപാടിയൊക്കെ നന്നാവുണ്ട് കേട്ടോ, ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതാദ്യം എന്റെ പരിപാടിയൊക്കെ കേട്ടിട്ടുള്ള ഒരു അമ്മാമ്മയാണ്. നമ്മൾ ആദ്യം പള്ളിയിലും ഒക്കെ ഈ അമ്പലത്തിലൊക്കെ പരിപാടിയൊക്കെ നടത്തിയിട്ട് കണ്ടിട്ടുള്ളതാവാം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ശബ്ദമുള്ള കാരണം കേൾക്കാണ്ടിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. നല്ല ചൂടുണ്ട്, മഴയെന്ന് പറയണ്ടെങ്കിലും നല്ല ചൂടുണ്ട്. അപ്പോ ഞാനിത് ആദ്യമായിട്ട് എടുക്കുന്ന ശബ്ദം അമ്മാൻ പറഞ്ഞ കാരണം ഫിലോമിനയുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുന്നു. നടി ഫിലോമിന ആള് വളരെ തന്മയത്തോടു കൂടി ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് പ്രതിഫലിപ്പിച്ചിട്ടുള്ള ഒരു മദറാണ്. ഒരുപാട് കാലഘട്ടത്തിൽ കൂടെ ജനറേഷനെ ചിരിപ്പിച്ച് അവരുടെ അടുത്ത് നിൽക്കാൻ ഇന്ന് ഒരാൾക്കും പറ്റിയിട്ടില്ല. അതുപോലെ സുകുമാരി, KPC ലളിത, ഇവരുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്നവരൊന്നും അവിടെ അടുത്തേക്ക് എത്തുന്നില്ല. ഇനി വരുന്നവരൊക്കെ എല്ലാവരും ന്യൂ ജനറേഷനാണ്. ഓൾഡ് ജനറേഷനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ മാത്രമായാലും ബുദ്ധിമുട്ടാണ്. ഈ കവിയൂർ പൊന്നമ്മ അതുപോലുള്ള ആളുകളൊക്കെ കുറച്ചു പേരൊക്കെ നടിമാരിപ്പോഴുണ്ട്. അപ്പൊ രണ്ടു കൂട്ടരും കൂടി ഉള്ള ഒരു കോമ്പിനേഷനിലൊക്കെയാണ് പൂർവശി അവാർഡ് കിട്ടി ഒക്കെ നന്നായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകില്ല. അപ്പൊ അതിന്റെ ഒരു പ്രോഗ്രാമിൽ കിടക്കണം. നടി ഫിലോമിനെ അനുകരിച്ചു കഴിഞ്ഞാൽ പഴയ പോലത്തെ ശബ്ദം അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ ഒരു ടോൺസിലസിന്റെ ഇതെങ്ങനെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതും കൂടി ഉണ്ട്. ഇപ്പോ മോഹൻലാലിന്റെ പ്രിൻസ് സിനിമയിലൊക്കെ ശബ്ദം അങ്ങനെ മിസ്സിംഗ് ആയ പോലെ അതിന്റെ ഒരു ചെറിയ ഇതുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ കടിച്ചു പിടിച്ച് അല്ലെങ്കിൽ പറയണ പോലെ തന്നെ ഫിലോമിനയുടെ ശബ്ദം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഓണത്തിനിടയ്ക്ക് എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. അതിലിപ്പോ എന്റെ ടീമുണ്ട്. അപ്പൊ ഞങ്ങളൊരു ടീമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് അവരായിട്ട് നമ്മൾ പ്രോഗ്രാം വരുന്നതായിരിക്കും. അപ്പോ കോണ്ടാക്ട് ചെയ്യാം. നടി ഫിലോമിന. ഇപ്പോ പലരും പല ഭാഗത്തു നിന്നും തെറ്റുകളും കുറ്റങ്ങളും പറയുമ്പോൾ അതെല്ലാം നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. ഇത് അത്രയ്ക്ക് ആയില്ലല്ലോ, ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. ഞാനിപ്പോ പലപ്പോഴും നമ്മളോട് അഡ്വൈസ് നമ്മൾ പറയില്ല. ഇപ്പൊ നമ്മളൊരാളുടെ അടുത്തൊരു പറയുമ്പോ നോക്കിയാ നീ അതൊന്നും നന്നാക്കി ചെയ്തോടാ, അത് കുറച്ചും കൂടി ഇങ്ങനെ ശബ്ദം ഒന്നുകൂടി നിന്റെ ബാസിന്നൊന്ന് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ നന്നായിനെ കേട്ടാ, അല്ലെങ്കിൽ ഇന്നസെന്റിന്റെ ശബ്ദം ഇങ്ങനെ ഒന്നുകൂടി ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിനേട്ടാന്നൊക്കെ പറയണ കേൾക്കുമ്പോ അത് ഒരു മനസ്സിന് സന്തോഷമാണ്. അപ്പൊ അത് കമന്റിലൊക്കെ ഇടുമ്പോ അത് പ്രത്യേകം ഒന്ന് നോക്കിയിട്ടോളൂ. അത് എന്തെന്ന് പറയാ, ഇപ്പൊ മോശമായിട്ടുള്ളതാണെങ്കിലും നല്ലതാണെങ്കിലും അതൊക്കെ നല്ലതിന് തന്നെയാണ്. നമ്മള് നോക്കാൻ നല്ലത് ഏതാന്ന് നോക്കുക, അതിന്റെ കൂടെ പോവാ. അല്ലാണ്ട് നമ്മളിങ്ങനെ അവരത് പറഞ്ഞല്ലോ അവർ കളി വയ്ക്കില്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അങ്ങനെയാണ് എന്റെ പ്രോഗ്രാമൊക്കെ ഇതുപോലെ നടത്തിയിട്ട് ഓളിയിട്ടുണ്ട്. ഞാനൊക്കെ കടാട്ട് സ്കൂളിലൊക്കെ പ്രോഗ്രാം നടത്തിയിട്ട് ഇറങ്ങിപ്പോടോ സോളമോന്ന് പറഞ്ഞ് ഓളിയിട്ടുള്ളതാ. അവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കാൻ എനിക്ക് പറ്റി. അതെന്റെ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. ഇന്നും അത് തന്നെ നേട്ടം ആയിട്ട് കാണുന്നു. ഇത്ര വയസ്സിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന അനുഗ്രഹമാണ്. അപ്പോ നടി ഫിലോമിന. പരിപാടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഓക്കെ, ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിണ്ട്. ഒരു അച്ഛന്റെ ശബ്ദം അതാണ് ഞാൻ പറയാവുന്നത്. ഒരു മെത്രാൻ ബിഷപ്പ് കുണ്ടുകുളം, അദ്ദേഹത്തിൻ്റെ ഞാൻ പൊതുവെ എല്ലാ സ്റ്റേജിലും എടുക്കാറ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ എഴുതിയതിൽ വെച്ചിട്ടുണ്ട്, ഞാനൊന്ന് ഓർമ്മിച്ചതാണ്. കുണ്ടുകുളം പിതാവിന്റെ ശബ്ദം ഞാൻ എടുക്കാൻ പോവുകയാണ്. ഈ പ്രോഗ്രാം
അതായത് ഓണത്തിന്റെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നോ വിശദീകരണ സ്ഥലത്ത് നിന്നോ ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ ആളുടെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീണ്ടും ഈ മിമിക്സ് ഇവിടെ തുടങ്ങുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കരുത്, കാരണം എനിക്ക് ക്ഷമിക്കുന്നത് ഇഷ്ടമല്ല. ഓക്കെ. അതിരൂപത ബിഷപ്പായിരുന്ന പാവങ്ങളുടെ പിതാവ് കുണ്ടുകുളം ജോസഫ് കുണ്ടുകുളം അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. മിജിയായി പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, കുട്ടികളുടെ വിശ്വാസം, മുതിർന്നവരുടെ വിശ്വാസം, അതാണ് മക്കളെ ദൈവവിശ്വാസം. ദൈവവിശ്വാസത്തിൽ അടിയുറച്ചിന് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാന് ലാസറിന്റെയും ധനുവാന്റെ ഒക്കെ ഉപമ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ അതുപോലെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ പോക്കണട്ടാ. പോട്ടെ, പിന്നെ കാണാം. ഇതാണ് മൂക്ക് കടിക്കുന്ന നീണാരെ കുറ്റം പറയുന്നുണ്ട്. അപ്പോ ഇത് കുണ്ടോളം പിതാവിന്റെ ശബ്ദമാണ്. ഇനി ഫിലോമിന ചേച്ചിയുടെ ശബ്ദം. എന്തൊട്ട് കോപ്പിന്റെ വരണേ? ഇവിടെ പനിനീര് തെളിയാണ്, ഇവിടെ പനിനീര് തെളിയാണ്. എന്തൊട്ട് കോപ്പിന്റെ വരണേ? എന്റെ അടുത്ത് നിന്റെ ഒരു വേഷം കിട്ടി നടക്കില്ലേട്ടെ. പോട്ടെ, ഞാൻ പിന്നെ കാണാം. എന്തൊട്ട് ഓണണ്ടത്, ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ? അപ്പൊ പഴയ പോലെ എത്തിയിട്ടില്ലെങ്കിലും കുറച്ചുകൂടി നന്നാക്കാനുണ്ട്. അപ്പൊ അടുത്ത ചില നടന്മാരെ കൂടി ഞാനിവിടെ ഈ എന്റെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവിയും അതുപോലെ തന്നെ കുട്ടികളുടെ കവി കുഞ്ഞുണ്ണി മാഷ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കാം. പരത്തിപ്പറഞ്ഞ പപ്പടകം, ഒന്ന് ചുരുക്കിയാൽ പപ്പടം, ചുരുക്കി പറഞ്ഞ പടം. ഇത്രയുള്ളൂ മനുഷ്യന്റെ കാര്യം. അപ്പോ ഞാൻ കുട്ടികളുടെ അടുത്ത് കൂടുതലൊന്നും പറയുന്നില്ല. ഓണം അടിച്ചു പൊളിക്കുക, ന്യൂജൻ ഓണം. ശ്രീ കല്ലിങ്കൽ ശശി കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ഉയരത്തിലുള്ള ഒരു അതിപ്പോ ഈ നിലവറയുടെ കാവൽക്കാരൻ ഞാൻ തന്നെയാ. അത് ഈ ATM-ന്റെ. അപ്പൊ അത് ഞാൻ തന്നെ നോക്കുള്ളൂ, നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല കേട്ടാ. അപ്പോ ഞാൻ ഇങ്ങോട്ട് പോട്ടെ. നമ്മുടെ ശ്രീ മുരളി. എടോ വിശ്വം, താനെന്ന് എന്താ പറഞ്ഞ? കൊല്ലണമെങ്കിൽ ഇപ്പൊ കൊല്ലണം, കൊല്ലാക്കൊല ചെയ്ത് ശീലമല്ലെന്ന്. എടോ വിശ്വം, താനെന്ന് എന്താ പറഞ്ഞ്? കൊല്ലണമെങ്കിൽ ഇപ്പൊ കൊല്ലണം, കൊല്ലാക്കൊല ചെയ്ത് ശീലമല്ലെന്ന്. പോട്ടെ, ഞാനും ഒരുപാട് കണ്ടതാ, അമരത്തിലും ഒരുപാട് ഓണം ഞാനും ഉണ്ടതാ. പോട്ടെ, എന്താണോ? എടോ വിശ്വം. ഓക്കെ, താങ്ക് യു. പിന്നീട് വരുന്ന വീണ്ടും നമ്മുടെ NF വർഗീസാണ്. അതായത് ശബ്ദ ഗാംഭീര്യത്തിൽ ഞാൻ ഇത്രയ്ക്കും വലിയൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഒരുപാട് ഞാൻ നേരിട്ട് കാണാൻ എനിക്ക് ഇടവന്നിട്ടുള്ള ഒരു നടനും കൂടിയാണ്, നേരിട്ട് സംസാരിക്കുവാനും. കാരണം ഇതിന് അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രത്യേകത, അദ്ദേഹം വളരെ ഉയരം കുറവാണ്. പക്ഷെ ആ മനുഷ്യന്റെ ശബ്ദ ഗാംഭീര്യം പലപ്പോഴും മോഹൻലാലിന്റെ പടത്തിലൊക്കെ വില്ലൻ കഥാപാത്രങ്ങളെ അതായത് നായക കഥാപാത്രങ്ങളെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള നടന്മാരിൽ ഒരാളാണ് NF വർഗീസ്. ഇവരുടെ ശബ്ദങ്ങളൊക്കെ എടുക്കുമ്പോൾ അത്രയ്ക്കും വളരെ പങ്ക്ച്വാലിറ്റിയിൽ ചെയ്തെങ്കിൽ മാത്രമാണ് ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് കൈയടി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇന്നിപ്പോ ഞാനാണെങ്കിലും ഓഡിയൻസ് ആണെങ്കിൽ ഞാനിങ്ങനെ വിചാരിക്കാറ്,
അതായത് പ്രോത്സാഹിപ്പിക്കലല്ല, കുറച്ചുകൂടി നന്നാക്കായിരുന്നു, പോരാ, അതിങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ലൈക്ക് കൊടുക്കുക, പണ്ടത്തെ കയ്യടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ലൈക്ക് കൊടുക്കുക, ഒരു സബ്സ്ക്രൈബ് കൊടുക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ കാര്യങ്ങളാണ്. ഞാൻ അത് ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവരും നമ്മളത് പറഞ്ഞ് നിർബന്ധിക്കാറില്ല. നമ്മളിങ്ങനെ ചെയ്യോ എന്ന് പറയുമ്പോൾ അത് അവർക്ക് അതൊരു ഹറ്റ് ചെയ്യണ പോലും. അപ്പൊ അതൊക്കെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വന്നിട്ടുള്ളത്, നമ്മുടെ NF വർഗീസ് ആളെ ശരിക്ക് മരണപ്പെടുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം ആള് ഒരുപാട് നാടകങ്ങൾക്കൊക്കെ ശബ്ദം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു തെങ്ങും കുഴി, ആളുടെ വീട്ടിൽ ഒരു തെങ്ങും കുഴി കുത്തിക്കൊണ്ടിരിക്കുമ്പോ നല്ലൊരു അധ്വാനി കൂടിയായിരുന്നു. അതായത് ഹൃദയസ്തംഭനം വന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ മരണപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞ ഒരു സത്യം. അപ്പൊ ആളുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു മിനിറ്റ്. ഇവിടെ നിൽക്കാൻ ലാഹിൽ വെക്കച്ചിന്റെ അടുത്ത് നീ കളിക്കില്ല. നീ ആരുടെ അടുത്ത് കളിക്കണേ? എടാ നിന്നോട് പറഞ്ഞേ, നീയൊക്കെ പൊളിറ്റീഷ്യനെ കണ്ടിട്ടാ, പൊളിറ്റീഷ്യനെ. നീയൊക്കെ ഇവിടുത്തെ കോപ്പലത്തെ രാജാവുണ്ടോ നീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശബ്ദമാണ്. ഇവിടെ നിന്നോട് പറഞ്ഞിട്ട് എന്തെന്റെ കാര്യം? നിന്റെക്ക് പൂട ഉണ്ടല്ലോ, പൂട, അതൊക്കെ നോക്കി ഈ ലാഹൽ വെക്കച്ചിന് കോപ്പന്റെ കണ്ണി പോവാൻ നോക്കട ചെക്ക എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗിൽ ശരിക്കും പറഞ്ഞപ്പോ അപ്പുറത്ത് നിൽക്കണ നമ്മുടെ ലാലേട്ടന് ഒന്നും അല്ലാണ്ടായി പോയി. ഇത് ലാൽ ഫാൻസിന് വേറെ തോന്നിക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. ഞാൻ പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയണതൊക്കെ എനിക്ക് ഓപ്പോസിറ്റ് വരാറുണ്ട്. അതെനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നിക്കാറ്. അത് താങ്ക് യു. അപ്പോ ഞാനെടുത്ത ആ ഒരു ഇതിലേക്ക് കിടക്കാം. NN പിള്ള നമ്മള് മുന്നേ എടുത്തിട്ടുള്ള തന്നെയാണ്. ഒരൊറ്റ ഫിലിം കൊണ്ട് തന്നെ അദ്ദേഹം ലോകം കീഴടക്കി എന്ന് വേണമെങ്കിൽ പറയാം. നാടകാചാര്യൻ അദ്ദേഹം. സിനിമയിലെ മുകേഷിന്റെ അച്ഛനാണ്. നാടകത്തിന്റെ കളരിയിൽ നിന്നും വന്നിട്ട് ആള് സിനിമ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ്. ചിലപ്പോ ഇന്നത്തെ വിഷയങ്ങളൊക്കെ പേടിച്ചിട്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലത്തെ ഒരു സിനിമയിൽ വന്നിട്ട് ആള് ഒരൊറ്റ കഥാപാത്രം, പിന്നെയും 1-2 പടങ്ങളിൽ അഭിനയിച്ചിരുന്നു. ആ ഒരു ഭാവം പറയണോ ഏടോ പറയാൻ? ഈ വരുന്ന മാൽമി ഇവിടെ പിടഞ്ഞി പിടഞ്ഞി മരിയം മറണോ ഏടോ മറങ്ങണോന്ന് തന്നോട് ചോദിച്ചേ. സാമിനാഥോടെ സാമിനാഥിങ്ങനെ പോയി വേണ്ട ഇവിടേക്ക് നീ പോകോ എന്ന് പറയുമ്പോ ഇന്നസെന്റ് കുട്ടികളൊക്കെ ആയിട്ടുള്ള രംഗം ഇപ്പോഴും ഇങ്ങനെ എത്ര കണ്ടാലും നമുക്ക് ആ ഫിലിം, ആ സിനിമ നമുക്ക് ഓർമ്മയിൽ നിന്ന്. ഇപ്പൊ രാംജി റോസ്പിക്കും ഇവരൊക്കെ സിദ്ദിഖ് ലാലിന്റെ സിനിമകളൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകും. പക്ഷെ നമുക്കത് ഓർക്കുമ്പോ വളരെ ഒരു കോമഡിയന്മാരിന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കൊമേഡിയൻസ് ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ഞാൻ പറയാ, ഇവിടെ ഒരിടത്ത് മുന്നേ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഇനി കൊമേഡിയന്മാരാണ് നമുക്ക് വേണ്ടത്, ആളുകളെ ചിരിപ്പിക്കാൻ. എല്ലാവരും ചിരിക്കട്ടെ. ഒരുപാട് ദുരന്തങ്ങളിൽ കൂടി മറ്റുള്ളത് കൂടെ കടന്നു പോകുമ്പോ നമ്മള് വെറുതെ ഇരിക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പൊ അവര് ചിരിക്കുമ്പോ അതെപ്പോഴും ആയുസ് വർദ്ധിക്കുന്ന പറയാം. അപ്പൊ ഈ മണിയൊക്കെ ഒരുപാട് പേർക്ക് ആയുസ് കൊടുത്തിട്ട് പോയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഗാനങ്ങള്, ഒരുപാട് ഇപ്പോഴും അയാളുടെ കാസറ്റുകളൊക്കെ ഞാൻ വീട്ടിൽ വെക്കാറുണ്ട്. അപ്പൊ ഇന്നസെന്റ് അല്ല ഇതെന്റെ കുട്ടികളൊന്നല്ലട്ട. അതിൽ അന്ന് ഞാൻ എന്താ പറഞ്ഞേ, അതാരോട് പറഞ്ഞേ എന്ന് പറയുന്ന ആ ഒരു ഞാൻ അതൊരു ചെയ്തു എന്നുള്ളൂ. അപ്പൊ ഓക്കെ. ദിലീപ് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മിമിക്സ് പരേഡൊക്കെ എനിക്ക് എന്താ പറയാ, മൂക്ക് എപ്പോഴും കടിക്കുന്നുണ്ട്. ആരും നന്നായിട്ട് കുറ്റം പറയണമെന്നുണ്ട്. മൂക്ക് ചീറ്റിട്ടൊക്കെ ഉണ്ട്, മൂക്കിലത്തെ കംപ്ലൈന്റ് അല്ല എന്നുകൊണ്ടത്. അപ്പോ ഇത് ഒരൊറ്റ ടേക്കിൽ എടുക്കാൻ വിചാരിച്ചിട്ടാ. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ 1-2 പ്രോഗ്രാമുകളുണ്ട്.
അപ്പോ ഈ ദിലീപ് ഇതുപോലെ തന്നെ പറഞ്ഞു വന്നത് മറന്നു. അപ്പൊ ദിലീപ് ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. മിമിക്സ്, നാദിർ ഷാ, കലാഭവൻ മണി ഒക്കെ ഞങ്ങൾ പുറനാട്ടുകര. അതിൽ ഞാൻ ഒക്കെ അതിന്റെ ഖാസ സംഘടനയുടെ ഒക്കെ ഞങ്ങളൊക്കെ അതിന്റെ ഭാരവാഹികൾ ഇരിക്കുമ്പോഴാണ് കലാഭവൻ മണിയുടെ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അന്ന് അദ്ദേഹം അത്രയ്ക്ക് വലിയൊരു സംഭവമല്ല, അദ്ദേഹം ബി ടീമിലത്തെ ആളായിരുന്നു. അങ്ങനെ അയാളെ കുടിയനായിട്ട് സ്റ്റേജിൽ നിന്ന് കയറി വരുന്ന രംഗങ്ങളൊക്കെ വളരെ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ച് അബലച്ചന്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ അത് ശരിയല്ല, കാരണം ഇവിടെ നമ്മൾ ദിലീപ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറനാട്ടുകാരെ പള്ളിയില് പിരിവ് നടത്തണേ. ഇവരെ ഓഡിയൻസ് വന്നിട്ട് മണി മാത്രമല്ല, മണി ഏതാന്ന് നമുക്കറിയില്ല. പിന്നീടാണ് ഗഡി സ്റ്റേജിന്റെ ഉള്ളിൽ നിന്ന് കയറി വരിക. അതെ, ഇവിടെ ആരാ ഇവിടുത്തെ അപ്പോഴേക്കും ഓഡിയൻസ് ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ ആ ഒരു കുടിയൻ കയറി വരുന്നു പറയണം. അയാളെ പിടിക്കാൻ പറയണം സ്റ്റേജിൽ നിന്നിട്ട് അവരുടെ സംഘാടകര്. അതൊരു കുടിയൻ വരുന്ന അയാളെ പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ആള് ഫേമസ് ആവണത്. എല്ലാം പിടിക്കാനൊക്കെ ഉള്ള ആരും ഇവിടുത്തെ അടിച്ചിനെല്ലാം ഷേപ്പ് ഞാൻ മാറ്റുന്ന പറഞ്ഞിട്ട് വരികയാണ്. അപ്പൊ ഞങ്ങള് സംഘാടകരെ ഓടിച്ചെന്നു, ഞാനടക്കമുള്ളവര് മണിനെ പിടിക്കാൻ ആണ് ചെന്നു. അപ്പോഴാണ് അറിയണത് ഇത് മണി. ഞങ്ങള് വളണ്ടിയർ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങള് മണീനെ പിടിക്കാൻ ചെന്നപ്പോ അവൻ കയറി വന്നു. അവൻ പറയുന്നില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. ആ കയറി വന്നിട്ട് അത് ഞാൻ പരിപാടി എന്നാ അഴിച്ച് പൊളിച്ചിട്ട് പോകാം, മാറി വരാന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ കൊതറി മാറ്റിയിട്ട് ആള് സ്റ്റേജിലേക്ക് കയറി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തകർക്കായിരുന്നു. ബെൻ ജോൺസൺ അങ്ങനെയുള്ള ഒരു ജാതി ഐറ്റംസ് ആണ് തകർത്തത്. അതിന്റെ കണ്ണ് ബൾബായി, ബൾബ് ഇങ്ങനെ പുറത്തേക്ക് വന്നു. ആ പോണ സമയത്ത് ഞാൻ ഷൈക്കൻ്റെ കൊടുത്തിട്ട് പോയി. അടിപൊളിയായി. മണിയേട്ട കുറഞ്ഞു. അപ്പൊ ആള് നമ്മളിനിയും അങ്ങനെ തകർക്കും. അപ്പൊ എന്താ ഇങ്ങനെ ഞാനും ഒരു ഓട്ടക്കാരൻ തന്നെയാണ്. ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ റോക്കറ്റ് പോകുമ്പോ വിമാനം പോയ കഥയ്ക്കാണ് പറഞ്ഞു. ഇങ്ങനെ ഞാനിങ്ങനെ വെച്ചടി ഇങ്ങനെ പോണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി. അതെപ്പോഴും ഓർക്കുമ്പോ രസമാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കുറെ വഴിക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള ശബ്ദങ്ങള് പിന്നെ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞു വരുമ്പോ ഒരുപാട് അനുഭവങ്ങൾ പറയുമ്പോ വലിയ സംഭവം. അപ്പൊ ദിലീപിന്റെ ശബ്ദം ഞാൻ പൊതുവെ ഒരു പ്രോഗ്രാമിനൊക്കെ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ പുനർജീവനിലും എന്റെ മറ്റുള്ള എവിടെയെങ്കിലൊക്കെ പ്രോഗ്രാം വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ശബ്ദമാണ്. ഈ പിള്ളേരുടെ ഇടയിൽ നിന്ന് അവരോട് ചെയ്യാൻ പറയുമ്പോൾ അവര് കുട്ടികളൊക്കെ വരും. പുനർജീവൻ നമ്മുടെ ഉള്ളൂരുള്ള ഞാൻ പറയാറുണ്ടല്ലോ, അവിടെ പോകുമ്പോ അപ്പൊ അവര് പറയുമ്പോ ഇവര് കാലകയനെടുക്ക് ദിലീപിനെടുക്കുന്നു പറയും. അപ്പൊ ദിലീപിനെടുക്കാൻ പറയുമ്പോൾ നമുക്കത് ഓർമ്മ വരാം. ദിലീപിന്റെ ശബ്ദം എങ്ങനെയൊക്കെ എടുക്കും. പിതാവേ അന്ന അങ്ങനെ വന്നേ ഞാനോ മനസ്സിലായില്ലോ. അല്ല മനസ്സിലാവുന്നില്ലല്ലോ, മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാവില്ല. അല്ലെങ്കിലും മനസ്സിലായ അല്ലെങ്കിലും മഞ്ഞ. അപ്പൊ ഇത് ദിലീപിന്റെ ശബ്ദമല്ല, ദിലീപ് മിമിക്രി ആയിട്ട് പറഞ്ഞതാണ്. ഇപ്പോ ഒരു ചാന്തുകൂട്ടിൽ പറഞ്ഞ പോലെ, ഈശ്വരന്മാരെ അതെന്താ അങ്ങനെ വയടി സുസി ഇമ്മക്കവിടെ ആ സീരിയൽ കണ്ടിട്ട് വരടി. അയ്യടാ താത്തൈ അവളെന്താ സൂയ അയ്യടിയോ, തനിക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? അതിന് വട്ടച്ചോറി കശ്മല്ലൻ. അതേ നല്ലൊരു ഉള്ളി തിന്നു കഴിഞ്ഞാൽ ചോര തോറും, അതെന്താ കഴിക്കാൻ പറയണ. അത് അയാൾക്കൊക്കെ നന്നായിട്ട് അവാർഡ് കൊടുക്കേണ്ട ഒരാളാണ്. അപ്പോ എന്റെ കൂട്ടുകാരനും കൂടിയാണ്. എല്ലാവരും കൂട്ടുകാരും എന്ന് പറയുന്നത് ഞാനും ഒരു പ്രശസ്തിയിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അർജുന് വലിയൊരു സ്റ്റാറാന്ന് വിചാരിക്കലോ. ഇപ്പൊ ഞാൻ പറയുമ്പോ ആളുകൾ കേൾക്കുമ്പോ അവൻ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. കാരണം അവൻ ഇങ്ങനെ ജയറാമിന്റെ കൂടെ നിന്നുണ്ട്, ദിലീപിന്റെ കൂടെ നിന്നുണ്ട്, മോഹൻലാലിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോ ഒരു വെയിറ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാ. അപ്പൊ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറുണ്ട്. അപ്പോ 10-20 മിനിറ്റിലേക്കൊക്കെ കടന്നു. അപ്പൊ എനിക്കിങ്ങനെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പ്രോഗ്രാം ചെയ്യും. കാരണം വെച്ചാൽ അങ്ങനെയുള്ള ഒരു എന്താ പറയാ, വേറെ ഓഡിയൻസ് ഒന്നുമില്ലോ, കല്ലെടുത്ത് എറിയൂല, മുട്ടയും കിട്ടില്ല. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് എന്ത് വേണേ പറയാം. അല്ലെങ്കിൽ ഓഡിയൻസ് ആകുമ്പോ നമ്മൾ പേടിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഓളിടും. അപ്പൊ ഒരു മോശവും. ഈ ആളുകളിപ്പോ നമ്മളിപ്പോ ഒരു പെൺകുട്ടി ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ കണ്ടു കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ അങ്ങനെ ഒരു മോശമല്ല. പൊതുവെ ഒരാൾ ഷൈൻ ചെയ്യുന്നത് കാണാൻ ആർക്കും താല്പര്യമില്ല.
അപ്പൊ ഇതാകുമ്പോ റൂമിന്റെ ഉള്ളിലാവുമ്പോ ഒരു കുഴപ്പമില്ല. എന്തായാലും ആൾക്കാര് ചീഞ്ഞ തക്കാളി എടുത്തറിയില്ല, ചെരുപ്പ് എടുത്തറിയില്ല, ധൈര്യമായിട്ട് പ്രോഗ്രാം ചെയ്യാം. അപ്പോ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ കുറച്ച് തിരക്കുള്ള കാരണമാണ്, അല്ലെങ്കിൽ ഇനിയും നമുക്ക് ഇത് തുടരുന്നത് തന്നെയാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു, ബൈ.